നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നാളെ രാവിലെ കോർപ്പറേഷനിൽ നിന്ന് ഹെൽത്ത് സ്ക്വാഡ് വരും. ഞാനും ഉണ്ടാവും. ചീത്തയായ പച്ചക്കറി വിറ്റതിന് കട സീൽ ചെയ്യും. ശ്യാമേ, ഇതൊരു വലിയ പ്രശ്നമാക്കില്ലേ മോളെ? ഏട്ടൻ കൂടെ വന്നാ മതി. വാ ശ്യാമേ, വാ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. സുഖാണോ? സുഖാണോ എല്ലാവർക്കും? ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു മാഡം. ശ്യാമ അച്ഛാ, മോളെ വാ മോളെ. മോളെ സുഖമായിരിക്കുന്നില്ലല്ലേ? വാ നമുക്ക് റൂമിലേക്ക് പോവാം. മോള് വാ. എന്താ ഇവിടെ ഒരു ക്രൗഡ്? മോളെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യത്തിനാണോ വന്നേ? അച്ഛാ, വിഷയം എനിക്കറിയാം. അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഈ ഓഫീസിലെ വൈസ് ചെയർപേഴ്സൺ ഒട്ടും നീതിയില്ലാത്ത തരത്തിൽ ഒരു സ്റ്റാഫിനെ പിരിച്ചുവിട്ടു. അത് ചോദിക്കാനും ആ ആളിനെ തിരിച്ചെടുക്കണമെന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേ. അങ്ങനെ ഒരു സംഭവം നടന്നോ? എന്താ കാര്യം? അച്ഛാ, ഞാൻ പറയാം. ശ്യാമയുടെ സഹോദരനെ ഞാൻ പിരിച്ചുവിട്ടു. എന്റെ സഹോദരൻ എന്നുള്ളതങ്ങ് വിട്ടേക്ക്. എല്ലാ അവകാശങ്ങൾക്കും അർഹതപ്പെട്ടൊരു ജീവനക്കാരനായത്. ഒരു കാരണം കാണിക്കൽ നോട്ടീസോ മുൻകൂർ അറിയിപ്പോ ഇല്ലാതെ അങ്ങ് പിരിച്ചുവിടുക ചെയ്തത്. ഞാൻ ഇതൊന്ന് ലേബർ കോടതിയിലെ ചോദ്യം ചെയ്താൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് വൈസ് ചെയർപേഴ്സൺ അറിയാമോ? ഇത് എന്റെ കമ്പനിയാ. ആര് പറഞ്ഞു? ഇത് പ്രധാനമായിട്ടും ഇവിടുത്തെ ജീവനക്കാരുടെ കമ്പനിയാണ്. അവരുടെ വിയർപ്പാ കമ്പനിക്ക് നേട്ടം കൊടുക്കുന്നത്. മറ്റാരുമല്ല, ആദർശവാനായ ഈ ചെയർമാൻ പഠിപ്പിച്ചത്. അത് അദ്ദേഹം അറിയാതെയാ ഇപ്പൊ ഈ പിരിച്ചുവിടൽ നടന്നിരിക്കുന്നത്. മോളെ ഒന്നും പറയണ്ട. സെബാസ്റ്റ്യൻ, അരവിന്ദന്റെ ഡിസ്മിസൽ പിൻവലിച്ചുകൊണ്ടുള്ള ഓർഡർ തയ്യാറാക്കണം. ശരി സർ. ഐശ്വര്യ അത് ഒപ്പിട്ട് അരവിന്ദന് കൊടുക്കണം. അച്ഛാ, കൂടുതലൊന്നും സംസാരിക്കണ്ട, പറഞ്ഞത് അനുസരിച്ചാ മതി. എന്റെയും കൂടി ഓഫീസായിരുന്നു ഇത്. ഇവിടെ ഒരു നീതികേട് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അച്ഛനൊക്കെ അടുത്ത് നിൽക്കുന്നു. അല്ലെങ്കിൽ ഞാൻ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് നിയമം പഠിപ്പിച്ചെന്നേനെ. ശ്യാമ മാഡം, അരവിന്ദന്റെ നിയമന ഉത്തരവ് 5 മിനിറ്റിനകം നൽകിയിരിക്കും. നമുക്ക് അകത്തോട്ടിരിക്കാം. അച്ഛാ, പെട്ടെന്ന് പോണം. കട തുറക്കാൻ വൈകി. ഇപ്പോ അഖിൽ സാർ എത്തിക്കാണും. ശരി ഏട്ടാ, ഇറങ്ങിക്കോട്ടെ. സർ, ദാ ആളെത്തിയിട്ടുണ്ട്. വരട്ടെ വരട്ടെ. ശ്യാമേ, എന്ത് വേണം? പച്ചക്കറിയാണോ പഴമാണോ? എന്താ വേണ്ടേ? ഞാനിപ്പോ വിളിച്ചിരുന്നു ഒരു കാര്യം പറയാനായിട്ട്. വല്ല സംഭാവനയ്ക്കുവാണോ? എന്റെ പൊന്നേച്ചി, സംഭാവനയൊക്കെ ഇപ്പൊ അസോസിയേഷനിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇവള് മനഃപൂർവ്വം എന്നെ കൊച്ചാക്ക. ഈ ഒരു അവസ്ഥയില് ഇവളോട് ചൂടാകാനും പറ്റില്ല. ശ്യാമ എന്നെ കളിയാക്കുവാണെന്ന് അറിയാം.
അല്ല, ഞാൻ ശ്യാമയോട് ശരിയില്ലാത്ത രീതിയിൽ കുറച്ച് പെരുമാറിയിട്ടുണ്ട്. എല്ലാം ക്ഷമിക്കണം. ആ, സാറേ, എന്താ ശ്യാമേ? ദേ ഇദ്ദേഹം എന്തൊക്കെയോ പറയുന്നു. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുമില്ല. അല്ല, എന്താ കാര്യം? ആ, ഞാൻ ശ്യാമയെ വിളിച്ചിരുന്നു ഒരു പ്രസന്റേഷന്റെ കാര്യം പറയാനായിട്ട്. ഓ, പ്രസന്റേഷൻ. ആ, ശ്യാമേ, ഐശ്വര്യടത്തേക്ക് പ്രസന്റേഷൻ വേണോന്ന്. ആരുടെ കല്യാണത്തിന് സമ്മാനം കൊടുക്കാനാണെന്ന് തോന്നുന്നു. ഓ, പ്രസന്റേഷൻ ആണോ? അതെ, ഏതെങ്കിലും ഫാൻസി സ്റ്റോറിലോ ഗിഫ്റ്റ് സെന്ററിലോ അന്വേഷിക്കണം. ശ്യാമയെ എന്നെ കൈവിടരുത്. ഞാൻ പറഞ്ഞില്ലേ, ശ്യാമ ഓഫീസിൽ വരണം. ക്ലയൻസിന്റെ മുമ്പിൽ റിപ്പോർട്ട് പ്രസന്റ് ചെയ്യണം. ഞാൻ കാല് വേണമെങ്കിൽ പിടിക്കാം. എന്താ പറഞ്ഞേ? ഞാൻ കാല് പിടിക്കാന്ന്. സത്യമായിട്ടും കാല് പിടിക്കാം. മയിൽപ്പിലി, ഞാനൊരാഗ്രഹം പറഞ്ഞ അത് സാധിച്ചു തരൂ. ശ്യാമയോട് ദുഷ്ടത്തരം കാണിക്കുന്ന ഐശ്വര്യടത്തേക്ക് നല്ലൊരു പണി കൊടുക്കാവോ? അവരെ കൊണ്ട് ശ്യാമയുടെ കാല് പിടിപ്പിക്കാവോ? ശ്യാമ, ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. നമുക്ക് ഓഫീസിൽ പോവാം. അച്ഛനും ജിയും ഒക്കെ എന്നോട് പറഞ്ഞു കാല് പിടിച്ചിട്ടാണെങ്കിലും ശ്യാമയെ കൊണ്ടുവരണമെന്ന്. അപ്പോ ഞാൻ വന്നേ പറ്റൂ. ശ്യാമ വരണം, എന്നെ രക്ഷിക്കണം. ഒരാവശ്യം വന്നപ്പോ എന്നെ കാണാൻ വന്നു അല്ലേ? എന്റെ കാല് പിടിക്കാനും തയ്യാറാണ് അല്ലേ? അയ്യോ ശ്യാമേ, അങ്ങനെയൊന്നും പറയല്ലേ. എന്റെ ഭാവി നിന്റെ കയ്യിലാ. ആണോ? എന്റെ കയ്യിലോ? സാർ ഒന്ന് നോക്കിയേ, എന്റെ കയ്യിലുണ്ടോ? എന്റെ കയ്യിൽ നിങ്ങളുടെ ഭാവി ഒന്നും കാണുന്നില്ലല്ലോ. മാറി നിക്ക. നിങ്ങളുടെ കൈ തൊട്ട് എന്റെ ദേഹം അശുദ്ധാക്കരുത്. നീങ്ങി നിക്ക. നാണോ ഇല്ലാതെ എന്റെ കാല് പിടിക്കാൻ വന്നിരിക്കുന്നല്ലോ. ഞാനിപ്പോ ആ പഴയ ശ്യാമയല്ല. കണ്ണീര് കണ്ട എനിക്കിപ്പോ തിരിച്ചറിയാൻ പറ്റും. എന്നെ തോൽപ്പിച്ച് കളയുന്നൊക്കെ വെല്ലുവിളിച്ചു പോയി. എന്നിട്ട് ഇപ്പൊ കാര്യം കാണാൻ വന്നിരിക്കുന്നു അല്ലേ? ഐശ്വര്യടുത്തി, മത്സരിക്കുമ്പോ അന്തസ്സോടെ മത്സരിക്കണം. തോറ്റാലങ്ങ് തോറ്റു പോട്ടേന്ന് വെക്കണം. അല്ലാതെ ശത്രുവിന്റെ മുമ്പിൽ നട്ടല് വളച്ച് നിൽക്കുവല്ല വേണ്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.